വളരെ ആദരവോടുകൂടി ഞാൻ സിയാദിനോടും സിബിയോടും നന്ദി പറയുകയാണ്. ഞാൻ എൻ്റെ മനസ്സോട് ചേർത്ത് പിടിച്ച ഒരു സിനിമയാണ് ദേവദൂതൻ. മനസ്സിൽ കണ്ടതിനുമപ്പുറം ഇതിനെ മനോഹരമാക്കിയ സംവിധായകനാണ് എൻ്റെ പ്രിയപ്പെട്ട സിബി. അതിന് കൂടെ നിന്ന ആളാണ് സിയാദ് കോക്കർ. ഇതിൽ പങ്കെടുത്ത അതിനുവേണ്ട ഈ ഭംഗി നൽകിയ എല്ലാവരും എൻ്റെ പ്രതീക്ഷയ്ക്കും അപ്പുറമാണ് അതിൽ നിറങ്ങൾ വാരി വിതറിയതും. ഈ സിനിമ ഞാൻ പ്രതീക്ഷിച്ചത് അത്ര ആൾക്കാരൊന്നും അങ്ങനെ കണ്ടില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം ഞാൻ മനസ്സുകൊണ്ട് ഈ സിനിമയോട് ഒരു ഡിറ്റാച്ചായി നിന്നിരുന്നു. അത് എനിക്ക് തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സാവകാശമാണ് ഈ സിനിമയെ പ്രകീർത്തിച്ചുകൊണ്ട് ധാരാളം സന്ദേശങ്ങളും എഴുത്തുകളുമൊക്കെ എനിക്ക് നിരന്തരം വരാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വരെയുണ്ട്. അത് ഇഷ്ടംപോലെ വരാറുണ്ട്. ചിലർക്കൊക്കെ ഞാൻ തമാശ രൂപത്തിൽ മറുപടിയൊക്കെ എഴുതാറുണ്ട്. എന്നോട് ഒരു കാര്യമായിട്ടൊരു ട്രെയിൻ യാത്രയിൽ ഒരാൾ പറഞ്ഞു, ഇത് കാലം തെറ്റി ഇറങ്ങിയ ഒരു സിനിമയാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, സിനിമയൊക്കെ കറക്റ്റ് സമയത്താണ് ഇറങ്ങിയത്, നിങ്ങൾ വരാൻ വൈകിപ്പോയതാണെന്ന് പറഞ്ഞു. അല്ലാതെ ഈ കാലം തെറ്റിയ സിനിമ, കാലം തെറ്റിയ അങ്ങനെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല. കാലം തെറ്റി നമുക്ക് മുമ്പിൽ ജനിച്ച ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ. ഇനി കാലം തെറ്റിയ സിനിമ 20 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ എടുക്കേണ്ടതെങ്കിൽ അന്ന് എൻ്റെ കൂടെ ആരാ ഉണ്ടാവുക? നമ്മളൊക്കെ പിന്നെയും പോകണ്ടേ? അപ്പം കാലം തെറ്റിയൊന്നുമല്ല, എവിടെയോ എന്തോ ആർക്കോ എന്തോ ആരോടോ പറയാനുണ്ടെന്ന് വിശാൽ കൃഷ്ണമൂർത്തി പറയുന്നത് മാതിരി ആ പറയാനുണ്ടായിരുന്ന ആൾക്കാരൊന്നും എത്തിയിട്ടുണ്ടാവില്ലായിരിക്കും അന്ന്. ഇപ്പോഴേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലാവുമെന്ന് തോന്നുന്നു. 100% നിറഞ്ഞ മനസ്സോടെ ഞാൻ പറയുകയാണ്, ഇത് ഇപ്പോഴൊരു പുതിയ സിനിമയാണ്. ഈ സിനിമ പൂർണ്ണമായും ഒരു വിജയമായി മാറും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ അക്ഷരങ്ങൾ സത്യമാണെങ്കിൽ ഈ സിനിമ പൂർവാധികം ഭംഗിയായി വിജയിച്ചിരിക്കും. 24 വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ വീണ്ടും റിലീസ് ഞാൻ പറയില്ല, ഈ സിനിമ വീണ്ടും വരികയാണെങ്കിൽ അതിൻ്റെ കാരണക്കാരനും മോഹൻലാലാണ്. ഇന്നും ഇവിടെയും ലാലുണ്ട്. അതിൻ്റെ ഒരു പ്രകാശം വളരെ പ്രധാനമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 24 വയസ്സ് പെട്ടെന്ന് വീണ് കിട്ടിയ പോലെയാണ്. ഞാനിപ്പോൾ 2000-ലാണ് നിൽക്കുന്നത്. നിങ്ങളെയൊന്നും എനിക്കറിയില്ല. ഞാൻ 2000-ലെ ആൾക്കാരെയാണ് കാണുന്നത്. 2000-ലെ അന്നത്തെ സിബി, അന്നത്തെ സിയാദ്, അന്നത്തെ ലാല്, അന്നത്തെ രഞ്ജിത്ത്. ഞാൻ രഞ്ജിത്തിനൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അന്നത്തെ ശേഷം ഞാൻ രഞ്ജിത്തിനെ ഇപ്പോഴാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു അന്നത്തെ ആ രഞ്ജിത്തിനൊക്കെ ആ യാത്രകളും സംസാരങ്ങളും എല്ലാം ഇങ്ങനെ ഞാനിത്ര ഇമോഷണലായിപ്പോയി സത്യം പറയാൻ അവിടെ ഇരിക്കുമ്പോൾ. പലതും എന്നെ എത്രയോ പേര് എൻ്റെ അടുത്ത് തമാശയോടെ സംസാരിച്ചിട്ടുണ്ട്. അതായത് സമയത്തിന് മുൻപേ നിങ്ങളാരത് ഇറക്കാൻ പറഞ്ഞെന്നൊക്കെ ചോദിച്ചു. അത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ സമയത്തിന് തെറ്റി വന്നു എന്നൊക്കെ പറയുന്ന ഒരു വെറുമൊരു ബോഷ്കായ വർത്താനമാണ്. അന്ന് ആൾക്കാർ കണ്ടിട്ടില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ സിനിമ നിങ്ങൾ അന്ന് കണ്ട ദേവദൂതനെ അല്ല. അന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ല. ഇത് 100% ഒരു ഫ്രഷ് സിനിമയാണ്, പുതിയ സിനിമയാണ്. പുതിയ മോഹൻലാൽ ചിത്രം, പുതിയ സിബി മലയിൽ ചിത്രം, പുതിയ സിയാദ് കോക്കർ ചിത്രം. നിങ്ങൾ കണ്ടു നോക്കണം. വളരെ രസമാണ്, വളരെ മനോഹരമാണ്. എൻ്റെ ജീവിതം ഇന്ന് മുതൽ 4K റെസൊല്യൂഷനിലാണ്. ഇന്ന് മുതൽ ഞാൻ എല്ലാ അറ്റ്മോസ്ഫിയറാണ് കേൾക്കുക. ആരെന്ത് പറഞ്ഞാലും അറ്റ്മോസ്ഫിയറാണ് കേൾക്കുക. എന്തൊരു രസം അറിയോ 4K റെസൊല്യൂഷൻ. അതായത് മുൻപ് ഞാൻ വിവാഹിതനാണ്. അപ്പം എൻ്റെ ആ ദാമ്പത്യത്തെ ഞാനിപ്പോൾ കാണുന്നത് റിലീസ് ചെയ്യുകയാണ്. ഭയങ്കര രസമാണ്. എൻ്റെ സമയത്തോളം എനിക്ക് എല്ലാ പടങ്ങളും ഒന്ന് 4K ആക്കണമെന്നുണ്ട്. പറ്റുമെങ്കിൽ സാധിക്കൂല. അതുകൊണ്ട് ഞാൻ 4K ആക്കി. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളെല്ലാവരും 4K ആണ്.
എന്താണ് ഈ 4K എന്നൊക്കെ കാര്യമായിട്ട് ചോദിച്ചാൽ മതി, സന്തോഷം ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. എനിക്ക് തോന്നുന്നു 6K 8K ഒക്കെ ഉണ്ട്. പണ്ട് ഞങ്ങൾ ഈ ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അത് 16K ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ അറിയുന്ന ഒരു വാക്കാണ് 4K അല്ലെങ്കിൽ അറ്റ്മോസ്. അത് അങ്ങനെ കാണും. അതുകൊണ്ട് ഒരു 4K മോഹൻലാലിനെ കാണാൻ നിങ്ങളെ ക്ഷണിക്കുന്നു, 4K സിബിയെ കാണാൻ നിങ്ങളെ ക്ഷണിക്കുന്നു, 4K ദേവതയെ കാണാൻ ഞങ്ങൾ ക്ഷണിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷം. നന്ദി, നമസ്കാരം. ഞാൻ ഇത്തിരി ഇമോഷണലാണ്.